കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയ എന്നെയും എൻ്റെ കുടുംബത്തിനെയും സാക്ഷ്യം സമർപ്പിക്കുന്നു. എൻ്റെ പേര് അഭിലാഷ് പോൾ ആൻഡ് ഞാൻ വരുന്നത് ഉദയംപേരിൽ നിന്ന് സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ചിൽ നിന്നാണ്. ഇതെൻ്റെ വൈഫ് റിൻസിമോൾ, ഇതെൻ്റെ മൂത്ത കൊച്ച് അറീന അഭിലാഷ് ആൻഡ് ഇതെൻ്റെ ഇളയ കൊച്ച് ആനി അഭിലാഷ് ആൻഡ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 1/7/2025 എൻ്റെ ഒന്നാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ എൻ്റെ മോൾക്കുണ്ടായ രോഗസൗഖ്യമാണ്. എൻ്റെ മോൾക്ക് ഒരു ദിവസം രാത്രി റൈറ്റ് ലെഗിൽ ഭയങ്കരമായിട്ട് വേദന വരെയും ഞങ്ങൾ ഓർത്ത് അത് അവളൊരു PT-ക്കൊക്കെ പോയിട്ട് ഭയങ്കരമായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ വന്ന് പറയാറുണ്ട്, ഇങ്ങനെ വേദന ഉണ്ട് ഡാഡി, ഇങ്ങനെ ഭയങ്കരമായിട്ട് വേദന ഉണ്ട് നിന്ന് പറയാറുണ്ട്. അപ്പം എന്നാലും ചിലപ്പോൾ അത് വേദന മാറാറുണ്ട്. പക്ഷേ ഈ വേദന ഭയങ്കരമായിട്ട് കൂടുകയും അത് ഞങ്ങൾ പ്രാർത്ഥിച്ച് അത് അവൾ ഉറങ്ങിപ്പോയി. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എണീച്ചപ്പോൾ അത് ഒരു മുഴയായിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ ചെറിയ മുഴയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ ദിവസം കഴിയുമ്പോഴും അത് വേദന കൂടുകയും ആ മുഴ വലുതായും വന്ന് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. ഞങ്ങൾ എന്നിട്ട് ഒരു പീഡിയാട്രിക്കിനെ കൂടെ കാണിക്കുകയും പീഡിയാട്രിക്ക് അത് സർജന് കൊടുക്കാൻ പറഞ്ഞു, അത് സർജറി ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കത് സർജറി ചെയ്യാണ്ട് അതെങ്ങനെ മാറ്റാനായിരുന്നു താല്പര്യം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കൃപാസന മാതാവിൻ്റെ തൈലവും വിശുദ്ധ തൈലവും ഉപ്പും കൂടി ചാലിച്ച് അത് പുരട്ടി സായന പ്രാർത്ഥനയ്ക്ക് പുരട്ടി അത് പ്രാർത്ഥന പുരട്ടുകയും അതിൻ്റെ ഫലമായിട്ട് അത് പൂർണ്ണമായി മാറിക്കിട്ടി. അതിന് എൻ്റെ മാതാവിനും എൻ്റെ ഈശോയ്ക്കും 100,000 കോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിച്ചിരുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ വണ്ടി എപ്പോൾ നോക്കിയാലും കംപ്ലൈൻറ്റ്, അത് ഭയങ്കരമായിട്ട് മെയിൻ്റനൻസ് വർക്കും കൂടുതലും കാര്യങ്ങൾ ഭയങ്കരമായിട്ട് കാശ് ചിലവാകുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാനത് മാറി ഒരു വേറെ വണ്ടി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ഷോറൂമിലേക്ക് പോയി. ഷോറൂമിൽ ഞാനിപ്പോൾ പോയിട്ട് ഞാൻ ആ ഷോറൂമിൽ എനിക്ക് ഉദ്ദേശിച്ച വണ്ടി ഉണ്ടായിരുന്നു, പക്ഷെ അതെനിക്ക് മേടിക്കാൻ സാധിക്കണില്ല. എന്തൊരു ഫോഴ്സ് തന്നെ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് പറയും. ഞാൻ പുറത്തേക്ക് ഇറങ്ങി, ഞാനിപ്പോൾ എന്ത് ചെയ്യും, ഒരു വണ്ടി വേണമല്ലോ എന്ന് പറഞ്ഞിങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് അവിടെ ഒരു റഷ് ഏരിയ ആയിരുന്നു. അപ്പോൾ ആ റഷ് ഏരിയയിൽ ഒരു കൃപാസനം എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്ന ഒരു ഓട്ടോറിക്ഷ വരെയും ഒരു മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ രൂപമായിട്ടുള്ള ഓട്ടോറിക്ഷ വരും. അപ്പോൾ തന്നെ ഞാനത് ഉപേക്ഷിച്ച് വെച്ച ഒരു ഷോറൂമിൻ്റെ നമ്പർ എനിക്ക് മനസ്സിൽ തെളിഞ്ഞു വരെ ഞാൻ അവിടെ വിളിച്ച് ചോദിക്കുകയും അപ്പോൾ ഒരു മാഡം പറഞ്ഞു ഇങ്ങനെ ഒരു വണ്ടിയുണ്ട്, ബ്ലൂ കളറാണെന്നിങ്ങനെ പറയുകയും ചെയ്തു. അപ്പോൾ ഞാനപ്പോൾ എനിക്ക് മനസ്സിലായി അത് മാതാവ് ഞങ്ങൾക്കായിട്ട് മാറ്റി വെച്ച വണ്ടിയായിരിക്കും. ഞങ്ങളവിടെ ഉടനെ ഓടിച്ചെന്ന് അവിടെ ചെല്ലുകയും ബ്ലൂ കളറല്ലാണ്ട് തന്നെ അവിടെ സിൽവർ ഗ്രേയും കൂടി അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ അത് ബുക്ക് ചെയ്യുകയും ഞങ്ങൾ ആ വണ്ടി സ്വന്തമാക്കുകയും ചെയ്തു. എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ മൂത്ത ആളുടെ ഒരു കൈ ചെയിൻ പോയതിനാണ്, ഗോൾഡ് ചെയിൻ. ഇവള് ആക്ടിവിറ്റിക്ക് പോകായിരുന്നു. അപ്പോൾ ആക്ടിവിറ്റിക്ക് ഒരു 8 മണി തൊട്ട് 10 o'clock വരെ ആക്ടിവിറ്റി സ്കേറ്റിംഗ് ആണ്. അപ്പോൾ സ്കേറ്റിങ്ങിൽ ഇവള് പങ്കെടുത്ത് അത് തലേ ദിവസം ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കയ്യിൽ ഞാനൊരു ഗോൾഡ് ചെയിൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഊരി വെക്കാൻ മറന്നു. ആക്ടിവിറ്റി ആയതുകൊണ്ട് ഊരി വെക്കണ്ടായിരുന്നു, പക്ഷേ ഞങ്ങളത് ഊരി വെക്കാൻ മറന്നുപോയി. വൈഫും ഊരി വെക്കാൻ മറന്നുപോയി. അത് വൈഫിന് കാലത്ത് മോർണിംഗ് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഒരു നേഴ്സായതുകൊണ്ട് മോർണിംഗ് ഡ്യൂട്ടിക്ക് അവൾ പോവുകയും ചെയ്തു. അത് മറന്നുപോയി. അപ്പം ഞങ്ങളത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ അവൾ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് 3 മണിക്ക് പിന്നെ ഞങ്ങൾക്ക് കുടുംബയോഗത്തിൻ്റെ ഒരു വാർഷികത്തിൻ്റെ ഒരു ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു ഇവൾക്ക്. അങ്ങനെ ഇവള് ഡാൻസ് പ്രാക്ടീസിന് 2 കിലോമീറ്റർ അപ്പുറത്തെ ഒരു വീട്ടിലേക്ക് പോയി അവിടെ അത് കഴിഞ്ഞ് തിരിച്ചു വരികയും ചെയ്തു. അപ്പോഴാണ് വൈഫ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയും വീട്ടിൽ വന്ന് ഇങ്ങനെ ചായ കുടിക്കുന്ന സമയത്താണ് അവൾ കയ്യിൽ ശ്രദ്ധിച്ചപ്പോൾ ചെയിൻ കാണാണ്ടായി. അപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് കയ്യിൽ ചെയിൻ ഉണ്ടായിരുന്നല്ലോ, അതെവിടെ പോയി. അങ്ങനെ ഞങ്ങൾ എല്ലാം അന്വേഷണമായി. ലാസ്റ്റ് ആ വീട്ടിൽ പോയി അന്വേഷിക്കുമ്പോൾ അവിടെ ഒന്നുമില്ല. പിന്നെ റോഡുകളിൽ അന്വേഷിച്ച് പിന്നെയാണ് ഞങ്ങൾ ആലോചിച്ച് കാലത്ത് സ്കേറ്റിങ്ങിന് പോയായിരുന്നല്ലോ. അങ്ങനെ ആ സൈഡിൽ സ്കൂളിൽ പോയി അന്വേഷിക്കുകയും അത് റഷ്യയുള്ള ഏരിയയാണ്, അവിടെ കൂടുതൽ ആൾക്കാർ വന്ന് പാർക്ക് ചെയ്യാറുണ്ട് ആ ഒരു വോളിബോൾ കോർട്ടിൽ. അപ്പോൾ അവിടെ ചെന്ന് നോക്കുകയും അവിടെ ആ ചെയിൻ കണ്ടെത്താൻ സാധിച്ചു. മാതാവിന് അത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട്, അല്ലെങ്കിൽ അത്ര റഷുള്ള ഏരിയയിൽ അതങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ല. പക്ഷേ ഞങ്ങൾക്ക് തന്നെയാണ് അത് തിരിച്ച് തന്നെയും
കൃപാസന മാതാവിനും ഈശോപ്പയ്ക്കും 100,000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ 4ാമത്തെ സാക്ഷി എന്ന് പറയാൻ, ഞാൻ പത്രവിതരണത്തിനായി ഞാൻ വീടുകളിലാണ് കൂടുതലും കൊടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു വീട്ടിൽ പോയപ്പോൾ ഒരു 500 മീറ്റർ ഉള്ളിലാണ് ഒരു വീട്, 500 മീറ്റർ മെയിൻ റോഡിൻ്റെ ഉള്ളിലേക്കുള്ള ഒരു വീട്ടിലാണ് ഒരു വീട്ടിൽ കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ, അപ്പോൾ തൊട്ടപ്പുറത്ത് കുറച്ച് 4-5 വീടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കൂടി കൊടുത്തിട്ട് ഈ വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കൊടുത്തിട്ട് തിരിച്ച് ഈ വീട്ടിലേക്ക് കയറി ആ വീടിൻ്റെ ആ വാതിൽക്ക് വരെ എത്താറായപ്പോൾ അമ്മൂമ്മ ഉണ്ടായിരുന്നു. അമ്മൂമ്മക്ക് പത്രം കൊടുക്കുമ്പോൾ അമ്മൂമ്മ പേടിച്ചിട്ട് പറഞ്ഞു, മോനെ പുറകിലേക്ക് ഇന്ന് പറയലും. ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ വലിയ പട്ടി എൻ്റെ മേത്തേക്ക് വന്ന് ഇങ്ങനെ കയറി നിന്നു, നെഞ്ചത്തിങ്ങനെ ചവിട്ടി കയറി നിന്നു. അപ്പോൾ ഞാൻ പേടിച്ചു, മാതാവേ, ഞാൻ കണ്ണടിച്ച് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കൊരു അബദ്ധം വരുത്തരുത്, ഈ പട്ടിയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ മാതാവേ ഇങ്ങനെ പറയും. ആ പട്ടി എന്നെ മൊത്തത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് താഴത്തേക്ക് പോയി. പിന്നെ ലാസ്റ്റ് അമ്മൂമ്മയുടെ അടുത്ത് പോയിരിക്കുകയും ചെയ്തു. അമ്മൂമ്മ ഞാൻ പറഞ്ഞു ഈ പട്ടീനെ ഒന്ന് കെട്ടാമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മാതാവ് എനിക്കറിയാൻ പാടില്ല മോനെ, ഇത് ഭയങ്കര കടിക്കണ പട്ടിയാണ്, മോനൊന്നും അനങ്ങരുതെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മാതാവിൻ്റെ കൂടെ ഉണ്ട്, ഈ പട്ടിയൊന്നും എന്നെ ഒന്നും ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് ഞാൻ മാതാവിൻ്റെ പത്രം കൊടുത്തു. അവരുടെ എല്ലാ കാര്യങ്ങളും മാതാവിനെക്കുറിച്ച് പറയുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോവുകയും ചെയ്തു. ഈ പട്ടി അവിടെ നിന്ന് അനങ്ങിയിട്ടേ ഇല്ല. ലാസ്റ്റ് ഞാൻ ഇവിടെ വരും, പുറത്തേക്ക് വരും. അപ്പം ഞാൻ കൂടുതൽ പോകുമ്പോൾ ഫാമിലി ആയിട്ടാണ് പോകാറുള്ളത്. അപ്പം ഈ മെയിൻ റോഡിൽ എൻ്റെ വൈഫും ഇളയ കൊച്ചും ഉണ്ടായിരുന്നു. മൂത്ത ആൾക്കന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വൈറ്റ് ഷർട്ടായിരുന്നു. അപ്പോൾ വൈറ്റ് ഷർട്ടിൽ നിറച്ചിങ്ങനെ ചെളിയായിട്ടുണ്ടായിരുന്നു പട്ടി കയറിയിട്ട്. അപ്പോൾ വൈഫ് ചോദിച്ചെന്താണ് ഇങ്ങനെ ചേട്ടാ ഇതിന് മേത്ത് ഇങ്ങനെ ചെളിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പട്ടി ഇങ്ങനെ കയറി വന്നപ്പോൾ അയ്യോ പട്ടി വല്ലതും കടിച്ചോ. പക്ഷേ മാതാവിൻ്റെ ഇതിൽ പട്ടിയൊന്നും എന്നെ ഒന്നും ചെയ്തില്ല. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു അനുഗ്രഹത്തിന് എന്നെ രക്ഷപ്പെടുത്തി. മാതാവിനും തിരുവാനും 100,000 കൂടി നന്ദി ഉറപ്പിക്കുന്നു. കാരുണ്യ പ്രവർത്തികളായിട്ട് കൂടുതലും ഞാൻ അച്ഛൻ്റെ ചൊവ്വാഴ്ചകളിലെ ധ്യാനം കാണാറുണ്ട്, അത് ഷെയർ ചെയ്യാറുണ്ട്. സാക്ഷ്യങ്ങൾ കാണാറുണ്ട്, അത് ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ മോർണിംഗ് ഡെയിലി പ്രേയർ കാണാറുണ്ട്. പിന്നെ വീടുകളിലാണ് കൂടുതലും പത്രം വിതരണം ചെയ്യാൻ പോകാറുള്ളത്. പിന്നെ ഓട്ടോ സ്റ്റാൻഡിൽ പോകാറുണ്ട്, ബസ് സ്റ്റാൻഡിൽ പത്രം വിതരണം ചെയ്യാറുണ്ട്. പിന്നെ ആത്മീയ ജീവിതത്തിൽ ഞാൻ എല്ലാ ദിവസം ബൈബിൾ വായിക്കാറുണ്ട്. 20 മിനിറ്റ് അതിൽ കൂടുതലും. ചിലപ്പോൾ ഓഫീസ് വർക്കുകളുണ്ട്, ചിലപ്പോൾ കൂടുതലും സമയം കിട്ടാറില്ല. എന്നാലും എനിക്ക് സെൽഫ് പ്രെയർ നടത്താറുണ്ട്. പിന്നെ 7 മണിക്കത്തെ പ്രാർത്ഥനയിൽ, കുടുംബ പ്രാർത്ഥനകളിൽ മുഴുവനായിട്ട് സംഭവിക്കാറുണ്ട്. പിന്നെ സൺഡേയിൽ മാസനി കൂടാറുണ്ട്. പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഈ ഭക്ഷണം പൊതിച്ചോറായിട്ട് വഴിയരിയിലുള്ള ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. പിന്നെ ആവശ്യമുള്ള വീടുകളിൽ ഞങ്ങൾ ഇങ്ങനെ പത്രം കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ ചിലപ്പോൾ കഷ്ടതയൊക്കെ കുറേ പേരുണ്ടാവും. അപ്പോൾ അങ്ങനെ അവരുടെ വീടുകളിൽ അവർക്ക് ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കാറുണ്ട്. ഇത്രയധികം അനുഗ്രഹം ചെയ്തു തന്ന എൻ്റെ കൃപാസന മാതാവിനും ഈശോപ്പയ്ക്കും 100,000 കോടി നന്ദി അർപ്പിക്കുന്നു. അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 13-ാം വചനം. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഏതൊക്കെയായാലും അമ്മയുടെ അടുത്ത് ഓടിയെത്തുന്ന പോലെ കൃപാസനം അമ്മയുടെ സന്നിധിയിലെത്തി കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമുക്ക് ആശ്വാസം നൽകുന്നു. അമ്മ നമ്മെ ഈശോയുടെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നു. യോഹന്നാന്റെ സുവിശേഷം 2:5 പറയുന്നു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ എന്നാണ്. ഉടമ്പടി നമ്മെ വിളിക്കുന്നതും അതിന് തന്നെയാണ്. ഉടമ്പടിയിൽ നമ്മുടെ വേദനകളും പ്രശ്നങ്ങളും ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ദൈവം ഒരമ്മയെപ്പോലെ നമ്മെ ആശ്വസിപ്പിക്കുകയാണ്. ഉടമ്പടിയിൽ വിശ്വസ്തരായി തുടരുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യവും സമാധാനവും രോഗസൗഖ്യവും എല്ലാം നമ്മിൽ നിറയുകയാണ്. അഭിലാഷ് പോൾ എന്ന മകൻ്റെ സാക്ഷ്യത്തിലും ഈശോയും അമ്മയുടെയും ഒരു വലിയ അനുഗ്രഹവും ആശ്വാസവുമാണ് ഈ മകൻ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. അതായത് മകളുടെ വലത് കാലിൽ ആങ്കിളിൽ ഒരു മുഴയുണ്ടായിരുന്നു. ഡോക്ടർ സർജറിയാണ് സജസ്റ്റ് ചെയ്തത്. പക്ഷെങ്കിൽ പരിശുദ്ധ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ടും ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സർജറി കൂടാതെ മകൾക്ക് രോഗസൗഖ്യം ലഭിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. പിന്നീടുണ്ടായിരുന്നത്
സ്വർണം നഷ്ടപ്പെടുകയും അതും രാവിലെ സ്കേറ്റിങ്ങിന് പോയപ്പോഴത്തേന് പിന്നീട് വൈകുന്നേരമാണ് നോക്കുന്നത്. ഏത് രീതിയിലും ഏതവസ്ഥയിലും അത് നഷ്ടപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. എങ്കിലും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വൈകുന്നേരമായപ്പോൾ അവർക്കത് തിരിച്ചു കിട്ടുകയും ചെയ്തു. വാഹനം മേടിക്കാനൊരു ആഗ്രഹമുണ്ടായിരുന്നു. അതും പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ അമ്മയ്ക്കിഷ്ടപ്പെട്ട ആ നിറത്തിൽ തന്നെയുള്ള ഒരു വാഹനം നൽകി ഇവരെ അനുഗ്രഹിക്കുകയും അക്രമികാരിയായ ഒരു നായിൽ നിന്ന് ഇവരെ സംരക്ഷിക്കുകയുമാണ് ചെയ്തത്. കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ, നിനക്ക് തണലാകാൻ അവിടുന്ന് നിൻ്റെ വലതുവശത്തുണ്ടാകുമെന്ന് സങ്കീർത്തനം 121:5 പറയുന്നത് പോലെ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ കർത്താവായ കാവൽക്കാരൻ നമ്മുടെ ഒപ്പമുണ്ട്. ഏതവസ്ഥയിലും, രോഗാവസ്ഥയായാലും, അക്രമകാരികളായ നായയായാലും, ഏത് ഇഴജന്തുക്കളായാലും നമ്മെ സംരക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരുതലാണ് ഉടമ്പടി മക്കളുടെ സാക്ഷ്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ എപ്പോഴും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യമാണുള്ളത്. ആ പ്രസൻസാണ് അവരെ ഓരോ പ്രാവശ്യവും എല്ലായിടത്തും സംരക്ഷിക്കുകയും അവരെ മുന്നോട്ട് കരകയറ്റി ഏതവസ്ഥയിലായിരുന്നാലും അവരിൽ നിന്ന് കരകയറി മുന്നോട്ട് പോകാൻ അവരെ സഹായിക്കുന്നതും അവരുടെ ഉടമ്പടി ജീവിതമാണ്. ഉടമ്പടിയിൽ ഏതൊക്കെ കഷ്ടതയിലെ നടുവിലും ദൈവം എന്നെ കൈവിടില്ല എന്ന ഒരു ഉറച്ച വിശ്വാസമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിലുള്ളത്. ജീവിതത്തിലെ സ്നേഹവും കരുണയും അനുഭവിക്കാൻ ഒരു നല്ല ഒരു മാർഗമാണ് ഉടമ്പടി ജീവിതം. നമ്മുടെ ജീവിതത്തിലും അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാമെന്ന കർത്താവിലേക്ക് നമുക്ക് തിരിയാം. ഉടമ്പടി ഒരു പുതിയ ജീവിതമാണ്, ഒരു പുതിയ ആത്മീയ ജീവിതത്തിലേക്കുള്ള ഒരു പുതിയ വഴിയാണ്, പുത്തൻ വഴിയാണ്, ഒരു റിന്യൂവലാണ്. ആ ജീവിതത്തിലേക്ക്, ആത്മീയതയിലേക്ക്, അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന ആ ദൈവത്തിലേക്ക് നമുക്ക് തിരികെ മടങ്ങാം. ഉടമ്പടി ജീവിതം കൂടുതൽ വിശ്വസ്തയോടെയും കൂടുതൽ വിശ്വാസത്തോടെയും ആത്മാർത്ഥതയോടെയും നയിക്കുവാൻ ഈശോയും അമ്മയും നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അഭിലാഷ് പോളിനും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.